നോമ്പുകാലം 5-ാം വാരം ശനി. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറൂസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്തു വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ദൈവദൂഷണം പറയുന്നു എന്നതിൻ്റെ പേരിൽ യേശുവിനെ വധിക്കുവാൻ അവർ പല പ്രാവശ്യം കല്ലുകൾ എടുത്തിരുന്നു. യേശുവിനെ പല പ്രാവശ്യം ബന്ധിക്കുവാനും അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഇതുവരെ വിഫലമായിരുന്നു. കർത്താവ് ദൈവദൂഷണം പറയുന്നു എന്നുള്ളതായിരുന്നു അവരെ കോപാകുലരാക്കിയത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ് കർത്താവിനോട് പകയുണ്ടാകാൻ കാരണം. യേശു വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും അത് കണ്ട് വളരെ പേർ അവനിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുമായിരുന്നു അവ. കർത്താവിലുള്ള വിശ്വാസം മൂലം ജനങ്ങളെല്ലാം ചിതറിപ്പോകാനും തങ്ങളിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവിനെ വധിക്കുവാൻ അവർ ഗൂഢാലോചന നടത്തി. ഇതറിഞ്ഞ് കർത്താവ് ശിഷ്യരുമൊത്ത് എഫ്രായിം പട്ടണത്തിൽ പോയി താമസിച്ചു. ക്ഷമാശീലനായ യേശുവെ, അങ്ങയുടെ പീഡാസഹനങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങേക്കുണ്ടായിരുന്ന സഹനശക്തി ഞങ്ങൾക്ക് നൽകണമേ. ചിലപ്പോൾ ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങയെപ്പോലെ സമചിത്തതയോടെ എല്ലാം നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.